നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻറ്റോ കീറ്റിക്കൽ. ഈ കാണുന്നത് ഫസ്റ്റ് കാണുമ്പോൾ അപ്പൂപ്പൻ താടിയെന്ന് ഞാൻ വിചാരിച്ച്, പിന്നെയാണ് മനസ്സിലായത് അത് ദന്തപ്പാലയുടെ വിത്താണെന്ന്. ഞാൻ മൃഗാശുപത്രിയിൽ പോയിപ്പോൾ കണ്ടതാണ് കേട്ടോ. ജനുവരി സമയങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ വിത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ മാസങ്ങളിലാണ് വിത്തുള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2-3 ആടുകളെ ക്രോസ് ചെയ്യിച്ചു, 2-3 ആടുകൾ പ്രസവിച്ചു, പിന്നെ ഇവരൊക്കെ കുളിപ്പിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ വെക്കേഷനിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ചെയ്ത ഫസ്റ്റത്തെ അബദ്ധം ഇവൻ്റെ മുടി വെട്ടി. ബാക്കിലത്തെ രോമം വെട്ടാൻ പാടില്ല. അത് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും. ജമുന പിയാരിയുടെ ഒരിക്കലും രോമം വെട്ടരുത്. രോമം വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഒരു വില കാണില്ല. ചെട പിടിച്ച് കഴിഞ്ഞാലും നന്നായിട്ട് ഷാമ്പിട്ട് കുളിപ്പിച്ച് നന്നായിട്ട് ഈരി നിർത്തുക. പരമാവധി അഴുക്കില്ലാത്തടത്ത് നിർത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ UP എന്ന് പറയുന്നൊരു 1, 2, 4 ഫീമെയിൽസ് UP എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ നാട്ടിൽ നിന്ന് വാങ്ങിയ ഫീമെയിൽസും ഉണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ 3 ജമുന പിയാരി മുട്ടന്മാരുണ്ട്. 2 ഹാൻസം മുട്ടന്മാരും 1 നോർമൽ മുട്ടനാണ് ഉള്ളത്. അപ്പോൾ സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവർ ലിറ്റോ കീറ്റിനെ വിളിക്കുക. ലിറ്റോനെ വിളിക്കേണ്ട നമ്പർ 7356318354. ഇപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ചെമ്മണ്ടയാണ്. ഇപ്പോൾ ഈ ജമുന പിയാരി മുട്ടന്മാരെ നിർത്തിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ക്രോസിങ് മാക്സിമം വരുന്ന കേട്ടോ. ഒരു ക്രോസിങ് അല്ലെങ്കിൽ 2 ക്രോസിങ്. നമ്മൊരു ക്രൈസിൻ്റെ പുറത്താണ് ഈ ജമുന പിയാരികളെ വളർത്തുന്നത്. ലാഭം നോക്കി വളർത്തുന്നവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ജമുന പിയാരി ശരിക്ക് മുതലാവില്ല. കാരണം ഇവർക്ക് പ്രതിരോധശേഷി മറ്റുള്ള ആടുകളുടെ അത്ര ഇല്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ്. പക്ഷേ പലരുടെയും അനുഭവം പലതരത്തിലായിരിക്കും. പിന്നെ ഇത് കൊടുക്കാനുള്ള മേൽക്കുട്ടിയാണ്, അതിൻ്റെ തള്ളയാണ് അടുത്ത് നിൽക്കുന്നത്. ഇവളുടെ ഒരു 2 പല്ല് ഫ്രണ്ടിലേക്ക് വന്നിട്ട് പ്രശ്നമായിട്ടാണ് നിന്നാർന്നത് കേട്ടോ. അപ്പോൾ തീറ്റ അവൾക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പല്ല് എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മളുടെ കുളമ്പൊക്കെ മുറിക്കുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു, പക്ഷെ അവരാരും എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അതിൻ്റെ പല്ല് പറിച്ചെടുത്തു. അതിൻ്റെ വീഡിയോ ഒരു ഇതിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ആടുകൾക്ക് ചെറുതായിട്ട് 2 ആടുകൾക്ക് ഫംഗസ് കണ്ടിരുന്നു. ഒരു ആടിന് കുറേ കാലങ്ങളായിട്ടുണ്ട്, പക്ഷെ വേറെ ആടുകൾക്കൊന്നും പകരുന്നൊന്നുമില്ല, അവൾക്ക് മാത്രം. അപ്പോൾ അവളുടെ രോമം ട്രിം ചെയ്യാൻ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞത് 3000 രൂപ. ട്രിമ്മറിൻ്റെ വില ആകെ 6000 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ട്രിം ചെയ്തു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ ട്രിം ചെയ്ത കാരണം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ നമ്മളുടെ കയ്യിൽ എല്ലാത്തരം ആടുകളില്ല, ജമുന പിയാരിയും പിന്നെ ഈ ഫീമെയിലും 2-3 ക്രോസ് ബ്രീഡ് ആടുകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാത്തിനെയും നോക്കുന്നത് ലിറ്റോ കീറ്റിക്കലാണ്. നമ്മളുടെ കയ്യിൽ ഉണ്ടാകുന്ന ജമുന പിയാരി മുട്ടന്മാരെ കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവർ ലിറ്റോ കീറ്റിക്കലിനെ കോൺടാക്ട് ചെയ്യുക. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് കുട്ടികളുണ്ടാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7356318354. ഇപ്പോൾ ക്രോസ് ബ്രീഡ് ആടുകളും പ്രസവിക്കാറായി നിൽക്കുന്ന ആടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടികൾ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു 3 ആട് പ്രസവിച്ചിട്ടുണ്ട്. ഒരു ജമുന പിയാരിയും അതേപോലെ തന്നെ 2 ക്രോസ് ബ്രീഡ് ആടുകളും പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ ഈ രോമങ്ങളൊക്കെ നന്നായിട്ട് നിറയിച്ച് കഴിഞ്ഞാൽ പോള കണ്ടതിന് ശേഷം നമ്മൾ അവളെ ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോയത് ആമ്പല്ലൂർ. ഈ പ്രാവശ്യം പുതുക്കാടാണ് കൊണ്ടുപോയത്, ഷിനോജ് ഭായിയുടെ അടുത്ത്. ഇവളെ ഞാൻ മുന്നേ 2 പ്രാവശ്യം ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. ക്രോസ് ചെയ്യിച്ചിട്ട് നമ്മൾ ചെനയാന്ന് വിചാരിച്ച് നിന്നു, പക്ഷെ ചെന ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ 2 പ്രാവശ്യം നമ്മളെ പറ്റിച്ചതാണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ആണ് കൊണ്ടുപോകുന്നത്. ഷിനോജ് ഭായിയുടെ അടുത്താണ് കൊണ്ടുപോയത്. നല്ല മുട്ടനാണ്. അപ്പോൾ ക്രോസിങ്ങിന് താല്പര്യമുള്ളവർ 9809673306 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9809673306 എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട്. അപ്പോൾ സ്റ്റഡ് സർവീസിൻ്റെ
കാര്യങ്ങളും പ്രൈസൊക്കെ അദ്ദേഹം പറയട്ടോ. അടിപൊളി മുട്ടനാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഫീമെയിൽ 36 ഇഞ്ച് ഹൈറ്റാണ് ഉണ്ട്. അപ്പോൾ നല്ല മുട്ടനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുക കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ നല്ല മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്യിക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഫീമെയിൽ ഇപ്പോൾ പലരും പറഞ്ഞു ഇത് ക്രോസ് ബ്രീഡ് ഫീമെയിലാണെന്ന്. ചിലർ പഞ്ചാബിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, പഞ്ചാബിൽ ബ്രീഡേഴ്സിൻ്റെ അടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ബീറ്റൽ ഫീമെയിലാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിലെ 2-3 പേരൊക്കെ പറഞ്ഞത്, ബീറ്റിൽ വളർത്തുന്നവർ പറഞ്ഞത് ഇത് ക്രോസ് ബ്രീഡ് ഫീമെയിലാണ്. പക്ഷേ ഞാൻ ആരുടെ അടുത്തും വാദിക്കാൻ പോകുന്നില്ല അത് ബീറ്റിലാണോ ക്രോസ് ബ്രീഡാണോ. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ആട് ഏതാണെന്ന് പാരൻറ്റ് സ്റ്റോക്കിനെ കണ്ട് മാത്രം വാങ്ങാം. അപ്പോൾ ഇതിൽ നമ്മളുടെ നാട്ടിൽ കാണുന്ന എല്ലാ ആടുകളും ട്രിം ചെയ്തിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ട്രിമ്മർ വാങ്ങിയപ്പോൾ ഇവളെയും ട്രിം ചെയ്തു. ഞാൻ തന്നെയാണ് ട്രിം ചെയ്തത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ട്രിമ്മർ വെച്ച് ട്രിം ചെയ്യാൻ. അപ്പോൾ അവളവിടെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ട്രിം ചെയ്തത്. മുടിയൊക്കെ ട്രിം ചെയ്തൊന്ന് സുന്ദരി കുട്ടിയാക്കി നിർത്തി. അതേപോലെ തന്നെ ഇവൾ വീണ്ടും നമുക്കൊരു പണി തന്നു. വീണ്ടും അവൾ പൊള കാണിച്ചു. കാണിച്ചപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കൊണ്ടുപോകാൻ നിന്നില്ല. നമ്മളുടെ കയ്യിലുള്ള 3 മുട്ടന്മാരെ വെച്ച് ക്രോസ് ചെയ്യിച്ചു. ഈ പ്രാവശ്യം ചെന പിടിച്ച ഭാഗ്യം. നമ്മൾ ചെന പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആടിനെയും കൊടുത്ത് കളയാറില്ല. എങ്ങനെ പോയാലും എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ മുന്നേ പ്രസവിച്ച ആട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത്. ഇതുണ്ട ആ പല്ല് ഞാൻ പറിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർമാരും മറ്റേ ട്രിം ചെയ്യണവരൊക്കെ പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പല്ലാണ് ഞാൻ പറിച്ചത്. പറിച്ചതിന് ശേഷം ഞാൻ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുപ്പും മഞ്ഞളും കൂടി തേച്ച് കൊടുത്തിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പല്ലൊക്കെ പറിച്ചെടുത്ത് അവൾക്ക് തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ പല്ല് വന്ന് പഞ്ച് ഫേസ് കൂടിയായിരുന്നെന്ന് തോന്നുന്നു. പല്ല് വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ജമുനാപ്പിയറി ഫീമെയിലിൻ്റെ. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള കുട്ടികളാണ്. അപ്പോൾ അതിൽ കാണിക്കുന്ന ഫീമെയിൽസ് ഈ 6 ഫീമെയിൽസിനെയും കൊടുത്തു പോയിട്ടോ. ഈ ക്രോസ് ബ്രീഡ് ഫീമെയിൽസിനെയും കൊടുത്തുപോയി. എല്ലാവരുടെ അടുത്ത് 450 കിലോന്ന് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ആരും വന്നില്ല. ഈ മുട്ടൻകുട്ടികൾ അതേപോലെ തന്നെ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ. അപ്പോൾ ആരും വന്നില്ല. പിന്നെ വന്നത് കച്ചവടക്കാരാണ്. കച്ചവടക്കാർ വന്നെന്ന് നമ്മുടെ വെയിൻ സ്കെയിൽ വർക്കായുണ്ടാവില്ല, ഭാഗ്യക്കേടെന്ന് പറയാമല്ലോ. അപ്പോൾ ഒരു കമ്മതിക്ക് ആൾ കൊടുത്തു, നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊരു 4000 രൂപ കൂടുതലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ കഴിവ്. വിൽക്കാനുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ കഴിവ് മാത്രം. പിന്നെ നമ്മൾ ആടുകളെ വളർത്തുമ്പോൾ മാർക്കറ്റിങ് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ JP ഹൻസ മുട്ടന്മാർ. അതിലെ ക്രോസ് ബ്രീഡ് കുട്ടികൾ 1-2 കൊടുത്തു പോയിട്ടോ, മുട്ടൻകുട്ടികളെ കൊടുത്തുപോയി. പിന്നെയുള്ളതെന്ന് പറയുക കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ നിൽക്കുന്നത് 4 JP മുട്ടൻകുട്ടികളുണ്ട്. എല്ലാവരും വെള്ളക്കുളമ്പിൽ ഒരു 3 നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കൊമ്പിൽ, ബാക്കി പിങ്ക് സ്കിന്ന് കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ 2 കുട്ടികളെ കൊടുക്കാനുള്ളതാണ്. ഇതിൽ 1 ക്രോസ് ബ്രീഡ് ഫീമെയിലും ഒരു JP ഫീമെയിലാണ് കേട്ടോ. പിന്നെ ഇവൾക്ക് ചെറിയ ഫംഗസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ UP എന്ന് പറയുന്ന ഫീമെയിലുകളാണ്. അപ്പോൾ ഫംഗസിന് മരുന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിം ചെയ്തു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ തന്നെ ട്രിം ചെയ്തേ. എന്നിട്ടാണ് നമ്മളിപ്പോൾ മരുന്ന് ചെയ്തേക്കണേ. ഇവൾക്കെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ട്രിം ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് അവരുടെ ദേഹത്ത് പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ ട്രിം ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ കുറവുണ്ട്, മുന്നത്തെ അത്രയൊന്നും ഇല്ല. പക്ഷെ വേറെ ഒറ്റ ആടുകൾക്കും പകരുന്നില്ല കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു, അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നമ്മുടെ മുയിലുകൾക്കൊക്കെ ഉണ്ടാവണ മാതിരി സ്കിന്നിൻ്റെ അടിയിലുള്ള ഒരു ഫംഗസ് ആണെന്നൊക്കെയാണ് പറഞ്ഞു, അണുക്കളൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് ഭേദപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവളെയും ട്രിം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ആ പല്ല് പറിച്ച ആട്. ഇപ്പോൾ ഇവൾക്കും കണ്ടിരുന്നു. ഇവർക്ക് 2 പേർക്കാണ് നമുക്ക് ഫംഗസ് കണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫുള്ളായിട്ട് ട്രിം ചെയ്തു. ഞാൻ ട്രിം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് 3000 രൂപയാണ്. പ്രൈവറ്റ് മൃഗാശുപത്രിയിൽ ഇപ്പോൾ ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞത് ഒരു ആടിനെ ട്രിം ചെയ്യാൻ 3000 രൂപ. ഈ ട്രിമ്മറിൻ്റെ വില വെറും 6000 രൂപ മാത്രമാണ് കേട്ടോ. 6000 രൂപ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ആടിനെ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ മുതലായി എന്നാണ് അർത്ഥം. അപ്പോൾ ട്രിമ്മിങ്ങൊക്കെ പഠിക്കുക, ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ട്രിം ചെയ്തു, കുഴപ്പങ്ങളൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ റിക്കവറി ഉണ്ട്, നന്നായിട്ട് മാറ്റമുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ട്രിം ചെയ്തിട്ടുള്ള വീഡിയോസാണ്.
അപ്പോൾ എപ്പോഴും ഫംഗസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിം ചെയ്തിട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ വീട്ടിൽ നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ആടുകളാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ആടുകളാണെങ്കിൽ ഒരിക്കലും ട്രിം ചെയ്ത് കേട്ടോ, രോമം വരാൻ സമയമെടുക്കും. അപ്പോൾ JPയുടെ പ്രത്യേകിച്ച് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോയി, അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ നല്ല ഡോക്ടർമാരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയില്ലേ. നല്ല ഡോക്ടർമാർ നമ്മളുടെ പരിസരത്തുണ്ടെങ്കിൽ നമുക്ക് പകുതി അസുഖങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഈ അസുഖം ഇപ്പോൾ കുറച്ച് കാലമായിട്ടോ, പക്ഷേ ഇവളുടെ കുട്ടികൾക്കോ കൂടെ നിൽക്കുന്ന ആടുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. 2 ആടിന് 2 തരത്തിലുള്ള ഫംഗസാണെന്ന് പറഞ്ഞത്. ഒന്നിന് സ്കിന്നിൻ്റെ അടിയിൽ വരുന്നത് ചെറിയ അണുക്കളൊക്കെ വരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്, നമുക്കതറിയില്ല. അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇവനാണ് നമ്മുടെ JP മുട്ടൻ, ഇത് കൊടുക്കാനുള്ള കുട്ടി. അപ്പോൾ താല്പര്യമുള്ളവർ ലിറ്റോൻ്റെ നമ്പറിൽ വിളിക്കുക. ലിറ്റോനെ വിളിക്കേണ്ട നമ്പർ 7356318354. അപ്പോൾ നോർമൽ JPയുടെ ക്രോസിംഗ് ചാർജ് വെറും 500 രൂപയാണ് കേട്ടോ. നോർമൽ JP ടു JP അത് 750 രൂപ വാങ്ങും. പക്ഷേ അത് ഹൻസി ആണെങ്കിൽ 1000 രൂപ വാങ്ങും. പിന്നെ കുഞ്ഞു ആടുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവൻ പൈസ വാങ്ങുന്നത്. ഇപ്പോൾ ക്രോസ് ബ്രീഡ് ചെറിയ ആടുകൾ വരുമ്പോൾ അവന് വില കുറച്ച് വാങ്ങും, അല്ലാത്ത ആടുകൾക്ക് 500 രൂപ വെച്ച് വാങ്ങും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും വിളിച്ച് ചോദിച്ചിട്ട് ശേഷം മാത്രം ലിറ്റോൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം പോവുക. അപ്പോൾ അവൻ്റെ സൗകര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞ JP കുട്ടികളിൽ ഒരെണ്ണമാണ് കേട്ടോ. അവനിറങ്ങി നടക്കണതാണ്. ഇത് UP എന്ന് പറയുന്ന തള്ളയിൽ നമുക്ക് നമ്മളുടെ മുട്ടലിനുണ്ടായ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ട്. പക്ഷെ നമ്മളുടെ സമയം എടുത്തിട്ടാണ്, എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നോർമൽ JP സമയം എടുത്തിട്ടാണ് ഹീറ്റ് കാണിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. സാധാ ആടുകളുടെ പേര് പെട്ടെന്ന് ഹീറ്റ് കാണിക്കില്ല. പിന്നെ സൈലൻറ്റ് ഹീറ്റായിരിക്കും. ഹീറ്റ് കാണിച്ചാലും അറിയണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൂടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കറക്റ്റായിട്ട് എന്നാണ് ഹീറ്റ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. എല്ലാ ആടുകളും കരയണമെന്നില്ല. നോർമൽ ആടുകൾ കരയണമാതിരി കരയണമെന്നില്ല. ചിലപ്പോൾ സൈലൻറ്റ് ഹീറ്റായിട്ട് അങ്ങനെ നിൽക്കും. ഇതിൽ ഒരെണ്ണം JP ക്രോസും ഒരു JP ഫീമെയിൽ കുട്ടികളുണ്ടോ. ഒന്ന് ക്രോസാണ്, ഒന്ന് JP ആണ്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല ഏതാണ് ക്രോസ് ഏതാണ് ശരിക്കായിട്ടുള്ളതെന്ന്. ഇതിൽ ഒരു ഇതൊക്കെ ക്രോസാണ്, JP ക്രോസ്. കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഹൻസമാരി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ, അത് JP ക്രോസാണ്. പിന്നെ ഈ ആട് ക്രോസ് ബ്രീഡ് ആട് പ്രസവിച്ചു. അതിലൊരു കുട്ടി ചത്തുപോയി. നിർഭാഗ്യവശാൽ അത് ഡെലിവറി സമയത്ത് ചത്തുപോയി. പിന്നെ ഒരെണ്ണം കുഴപ്പമില്ല, ഒരു ഫീമെയിൽ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ വേറെ ആടുകളും പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ബ്രീഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടികൾ കിട്ടുന്നുണ്ട്. JPയിൽ നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. JP ക്രോസ് കുട്ടികളും JP കുട്ടികളും നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ കുട്ടിക്ക് എന്താ പറയുക കമ്പീരുടെ ഇടയിൽ കാല് വിട്ടിട്ട് അവളുടെ കാല് ഇതേ ഏച്ചി നടക്കുന്നത്. അപ്പോൾ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷെ അത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിക്കവറായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ല് പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കുക. ആട്ടിൻകുട്ടികളാകുമ്പോൾ അവർക്ക് ഓട്ടം ചാട്ടം കൂടുതലാണ്. അവർ ചാടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കമ്പി നെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പണികൾ നമുക്ക് കിട്ടും. അത് അവളുടെ കാല് കമ്പീരുടെ ഇടയിൽ പെട്ടതാണ്. പിന്നെ അവൾ തന്നെ ഊരിയെടുത്തു, കമ്പീരുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മളുടെ മരത്തിൻ്റെ ഇടയിലോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല എങ്ങനെ പറ്റിയെന്ന്. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ കൂടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാത്രി ഏത് കച്ചവടക്കാരും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദയവായി കയറ്റരുത്. കാരണം എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മൾ മുന്നേ കാണിച്ച മുട്ടൻകുട്ടികൾ കേട്ടോ, ഇവനെ ഹൻസനെ കുളിപ്പിച്ച് നിർത്തി. ഒരു 2 ഹൻസകളെ കുളിപ്പിച്ച് നിർത്തി ഈ പ്രാവശ്യം വന്നിട്ട്. എല്ലാവരെയും കുളിപ്പിക്കാൻ പറ്റിയില്ല, പരമാവധി കുളിപ്പിക്കാൻ പറ്റിയവരൊക്കെ കുളിപ്പിച്ചു. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടു. എപ്പോഴും JPനെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്നിട്ട് അവരുടെ മുടിയൊക്കെ ചീകിയിട്ട് കഴിഞ്ഞാൽ ചെട കുറയാൻ സഹായിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞ മാതിരി രോമം വെട്ടരുത്. രോമം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ JPയുടെ മൂല്യം പോയി, അത് മനസ്സിലാക്കുക. നമുക്ക് JPക്ക് മാർക്കറ്റ് കിട്ടുന്നത് നമുക്ക് ബോംബെയിലാണ് കേട്ടോ.
നമ്മളെ നാട്ടിൽ തീരെ വിലയില്ല, അതെല്ലാവർക്കും അറിയാം. നാട്ടിൽ JP വളർത്തുന്നത് ഒരു പ്രോഫിറ്റും നമുക്ക് മോഹിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മുടെ രാത്രിയിൽ ആര് വന്നാലും നമ്മുടെ കൂട്ടിൽ കയറ്റാതിരിക്കുക. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ പ്രാവശ്യം രാത്രി ഒരു അടുത്തുള്ള ഒരു ഒരു വ്യക്തിയാണ്, ഏത് മതമാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മതങ്ങളെ പറ്റി കുറ്റം പറഞ്ഞു എന്ന് പറയും. അദ്ദേഹം വന്നു, രാത്രി കൂട്ടി കയറി. പിറ്റേ ദിവസം നമ്മളൊരു മുട്ടൻകുട്ടി, അത് തണ്ടല് ഒടിഞ്ഞ മാതിരി കിടക്കുന്നത്. അപ്പോൾ ആളെ കുറ്റം പറയുന്നില്ല, ആൾ ചെയ്തതാണെന്നും പറയുന്നില്ല. പക്ഷെ അറിയാത്ത ആളുകളെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കച്ചവടക്കാരെ രാത്രി കൂട്ടിനുള്ളിൽ കയറ്റാതിരിക്കുക. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസമല്ല. ചില ആളുകൾ പറയുന്നത് കച്ചവടക്കാർ ആടിൻ്റെ തണ്ടിലുമേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആടിന് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. രാത്രി ഒരു ആൾ വന്നാലും എന്ന് പറയുക കഴിഞ്ഞാൽ തീരെ പരിചയമില്ലാത്ത ഒരാൾ വന്നാലും നിങ്ങളുടെ ആട്ടിൻകൂട്ടിൽ കയറ്റാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ആടുകളെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ